ചേച്ചി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. അല്ല നീ ഇതെങ്ങോട്ടാ? നിനക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? ആ ഞാൻ നല്ലവൻ്റെ വീട്ടിൽ പോവാ. നിനക്ക് നീ മതിയായില്ലേ? ഞാൻ അറിയാണ്ട് ചോദിക്കാ. ഞാൻ പോകുന്ന അവനെ ശല്യം ചെയ്യാനല്ല, സോറി പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാനാ. നിനക്ക് തോന്നുന്നുണ്ടോ അവൻ നിന്നെ വീണ്ടും സ്നേഹിക്കുന്നത്? എനിക്കറിയില്ല ചേച്ചി, അവൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഈ 4 ആഴ്ച ഞാൻ എങ്ങനെ തള്ളി നീക്കിയെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരാളെ മിസ് ചെയ്യുന്നു. ഓക്കെ നീ പൊക്കോ, പക്ഷെ അവൻ എന്താ തിരിച്ചു പറയാന്ന് പറയാൻ പറ്റില്ല. അത് നീ ഓർക്കണം. ഓക്കെ സാറിനെ കാണാൻ അർജുൻ സാർ വന്നിട്ടുണ്ട്. കയറി വരാൻ പറ. മേ ഐ കമിൻ? യാ കമിൻ. ആൽവിനെ? ആ സുഖല്ലേടാ? എങ്ങനെയുണ്ടായിരുന്നു തായ്ലാൻഡ് ട്രിപ്പ്? കുഴപ്പമില്ല. ഓ ഇത് ചോദിക്കാനാണോ ഞാൻ വന്നേ? അല്ല, ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നേ. എന്ത് കാര്യം? ഐ എം സോറി. എന്തിന്? അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് സോറി അറിയാൻ തോന്നിയത്. അത് അല്ല, നിനക്കന്ന് ഡ്യൂട്ടി ഇല്ലേ? എൻ്റെ അതിന് പോയില്ലേ? ഇല്ല. അതെന്ത് പറ്റി? എനിക്ക് നിന്നെ കാണണം തോന്നി. ഓഹോ, ഹോസ്പിറ്റലിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണോ ഞാൻ? നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഒന്ന് പോയി തരാമോ? ഞാൻ അവിടെ കുറച്ച് ബിസിയാണ്. ആൽവിനെ എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഐ എം സോറി. നീ ഇപ്പോൾ പോണോ അല്ലേ? വേണ്ട, ഞാൻ പൊക്കോളാം. ഇത്രയും പെട്ടെന്ന് തീർന്നാണ് നിന്റെ ലവ് എന്ന് ഞാൻ വിചാരിച്ചില്ല. ബായ്. ഓക്കെ ബായ്. പോണേ പോട്ടെ കൊല്ല്. അവൻ പോയ എനിക്കെന്താ? എടാ അർജുൻ എങ്ങോട്ട് വന്നായിരുന്നു? നീ ഇപ്പൊ എവിടെ നിന്ന് കിട്ടിയെടുത്തു? വന്നായിരുന്നു. എന്നിട്ട് എന്തിനാ അവൻ കരഞ്ഞു പോണേ? അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. എന്തിന്? എനിക്ക് തോന്നിയിട്ട്. അല്ല പിന്നെ നീ ആലോചിച്ചിട്ട് തന്നെയാണോ എന്ത്? അവനെ വിടാന്നുള്ള കാര്യം? ഞാൻ ആദ്യം പറഞ്ഞു, അത് എന്നെ വേണ്ടാത്ത എനിക്കും വേണ്ട. എടാ അവന്റെ സിറ്റുവേഷൻ കാരണമാണ് അവൻ നിന്നെ റിജക്ട് ചെയ്തത്. അത് നീ ആദ്യം മനസ്സിലാക്ക്. ആ സിറ്റുവേഷൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സോൾവ് ആക്കി കൊടുക്കുമായിരുന്നല്ലോ. അവന്റെ അമ്മയുടെ വേഷം നിനക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ? അവന്റെ അമ്മ അതിപ്പോ ഇവിടെ നീട്ടിയെടുത്തു. എടാ അവന്റെ അമ്മ കാരണമാണ് അവൻ നിന്നെ റിജക്ട് ചെയ്തത്. അവന്റെ അമ്മക്ക് ഈ ഗേകളൊന്നും പറ്റൂലല്ലോ അല്ലേ? അതന്നെ കാര്യം. അവന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടം. ഓഹോ, ഇപ്പൊ അവന്റെ അമ്മയുടെ പോയി. അവന്റെ അമ്മ കാരണമാണ് അവനെ റിജക്ട് ചെയ്തത്. ഇപ്പൊ എന്റെ പിന്നെ കിടക്കുന്ന എന്തിനാ? അവന്റെ അമ്മ ഇപ്പൊ എവിടെ പോയി? എടാ അവന് നിന്നെ ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ അവൻ അവന്റെ അമ്മയെ നടന്നപ്പോ നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നേ. നീ ഇപ്പൊ അവനെ റിജക്ട് ചെയ്താ അവന് സഹിക്കില്ലടാ. സഹിക്കണ്ട, എന്നെ തിരിച്ച് ഇഷ്ടപ്പെടാൻ ആരും പറഞ്ഞിട്ടില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോവാ. നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല. എങ്ങോട്ടോ ചോക്കോ? ആൽവിനെ, നീ നിന്റെ പഴയ പേഴ്സണാലിറ്റിക്ക് പിന്നെയും പൊക്കോണ്ടിരിക്കട്ടോ. പോവടി, എല്ലാം തകർന്നിട്ടാ ഞാൻ ഇരിക്കണേ. അപ്പൊ പഴയ പേഴ്സണാലിറ്റി അല്ല, ഇതുവരെ ഇല്ലാത്ത പേഴ്സണാലിറ്റി വരെ ഇപ്പൊ ഉണ്ടാവും. എടാ അവൻ പിന്നെയും വരും. നിന്നെ അവനിപ്പൊ ഒത്തിരി ഇഷ്ടാ. ഇനി അവൻ വരുമ്പോ കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കും പ്ലീസ്. അച്ചക്കൻ സൂയിസൈഡ് ചെയ്ത് കളയും. അത്ര മനക്കെട്ടി അതിനുള്ളൂ. നോക്കാം. കുട്ടാ, എന്താ അമ്മ? ഫുഡ് കഴിച്ചില്ലേ നീ? ഇല്ല, ഞാൻ കഴിക്കാൻ പോവാ. ഫുഡ് കഴിക്കാതിരിക്കരുതേ. അമ്മ, ഞാൻ കൊച്ചുകുട്ടിയല്ല. എന്നെ സംബന്ധിച്ച് നീ ഒരു കൊച്ചുകുട്ടി തന്നെയാ ഇപ്പോഴും. ആയിക്കോട്ടെ, പോയി ഫുഡ് കഴിക്കടാ. ശരി ഓക്കെ എന്നാ. നീ എന്താ കഴിക്കണെന്ന് ഫോട്ടോ എടുത്തിങ്ങോട്ട് വിട്ടുതരണേ. ഓക്കേ. എന്നാ ഓക്കെ. അമ്മയുടെ കോളിനും അമ്മയുടെ മുന്നിലൊക്കെ എന്തൊരു പാവം. ഞങ്ങൾക്കല്ലേ അറിയൂ ശരിക്കത്തെ സ്വഭാവം. പോടി. മേ ഐ കം ഇൻ മിസ്റ്റർ ആൽവിൻ? ചേച്ചിയോ? വാ ചേച്ചി. എന്താ ഇങ്ങോട്ടൊക്കെ? ഒന്നുമില്ല, വെറുതെ നിങ്ങളെ കമ്പനിയൊക്കെ ഒന്ന് കാണാൻ വന്ന്. എന്നാ വലുതാണ് നിന്റെ ഓഫീസ്? എനിക്ക് വയ്യ. ചേച്ചി അവനെ ഏറി കയറ്റല്ലേ പ്ലീസ്. പോടി. എന്റെ നീയും കൂട്ടാ ഞാൻ ഏറി കയറ്റാതെ പിന്നെ ആരെ കയറ്റാനാ? അല്ലേടാ? ദാറ്റ്സ് മൈ സിസ്റ്റർ. കണ്ടുപിടിക്കടി. എന്ത്? നീ നേരെ കയറ്റാൻ പഠിക്കാനോ? വേണ്ട മോനെ. അല്ല, വേർ ഈസ് മൈ ഹസ്ബൻഡ്? നിന്റെ ഹസ്ബൻഡ് ഒരു സൈറ്റ് കാണാൻ പോയതാ. ഇപ്പൊ വരും, അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പൊ അതുവരെ ഞാൻ ഈ കമ്പനിയൊക്കെ ഒന്ന് ചുറ്റി ഇറങ്ങി വരാം. കൂടെ ഞാൻ വരാം. പോരും. എന്തായാലും വാ. എനിക്കെന്തായാലും ഇവിടുത്തെ വഴികളൊന്നും അറിയില്ലല്ലോ. എന്തായി നിന്റെ അർജുന്റെ കാര്യം? അതൊരു അമ്പലം വലിയ അടുക്കൂല, അടുക്കാനും പോണില്ല. എടാ നീ ഇങ്ങനെ ഈഗോ കാണിച്ച് നിക്കല്ലേ. ആ ചെക്ക ഒരു പാവാ. എല്ലാരും എന്താ അവന്റെ സൈഡ് നിൽക്കുന്നേ? എല്ലാവർക്കും അവനൊരു പാവം, ഞാൻ ഒരു ഈഗോ പേഴ്സൺ. എനിക്കുണ്ട് ചേച്ചി ഫീലിങ്സ് ഒക്കെ. അവനാ എന്നെ ഇങ്ങോട്ട് ആദ്യം ഹേർട്ട് ചെയ്ത്. പക്ഷെ ഞാൻ ആ കാര്യമൊക്കെ എടുത്തില്ല. പക്ഷെ അവൻ പറഞ്ഞു, എന്ത് ഞാൻ ഗേ ആയിരുന്നു എന്ന് അവൻ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് മിണ്ട പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സൈറ്റില് വെച്ച്. ഇതൊക്കെ 1 മാസം മുന്നേ കഴിഞ്ഞ കാര്യങ്ങൾ അയച്ച്. പക്ഷെ ഞാനാ പറയുമ്പോ ഇപ്പോഴും കരഞ്ഞു. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എടാ അവൻ ഇപ്പൊ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്.
നീ ഇങ്ങനെ ഈഗോ കാണിച്ച് അവനെ അവോയ്ഡ് ചെയ്താ അവന് നിന്നെ വെറുക്കേ ഉള്ളൂ. വെറുക്കട്ടെ, വെറുത്തോട്ടെ. അവൻ്റെ അമ്മ വെറുക്കുന്നതിനെക്കാട്ടിലും വലുതല്ലല്ലോ ഞാൻ വെറുക്കണത്. ആൽവിനെ, നീ എനിക്കൊരു പ്രോമിസ് തരണം. എന്ത് പ്രോമിസ്? അവൻ ഞാൻ അടുത്തേക്ക് വരുമ്പോൾ നീ നല്ല മയത്തിൽ സംസാരിക്കണം പ്ലീസ്. ഈ ചേച്ചിക്ക് വേണ്ടിയല്ലടാ. ആ ഓക്കെ. ഇന്ന് രാത്രി അവൻ നിന്റെ അടുത്തേക്ക് വരും. ഇന്ന് രാത്രിയോ? എന്തിന്? നിന്നോട് സംസാരിക്കാം. നീ അപ്പോഴല്ലേ ഫ്രീ ആവുള്ളൂ. ഞാൻ അവനെ വിളിച്ചു വരുത്തും നിനക്ക് വേണ്ടി. സംസാരം കഴിഞ്ഞായിരുന്നോ? ഞാനങ്ങോട്ട് വന്നോട്ടെ? വേണ്ട. ആ വാടാ, അതിനിട്ട് ഊക്കല്ലേ ഈ കയറി വാടി. അല്ലെങ്കിൽ ഈ ചേച്ചിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. സ്വാഭാവികം, ചേച്ചി എന്റെ നാത്തൂനാണല്ലോ. അപ്പൊ നീ എൻ്റെ ആരാടാ പട്ടി? ഐ എം ജസ്റ്റ് ലൈക്ക് എ ബ്രദർ. എൻ്റെ ബ്രദേഴ്സിനെ എന്താ സ്നേഹിച്ചൂടെ? ബ്രദേഴ്സ് ഓൺലി വഴക്കുണ്ടാക്കൽ. യു ഡോണ്ട് നോ ദാറ്റ്? നോ. പറഞ്ഞു താങ്ക്സ്. യു ആർ മോസ്റ്റ് വെൽക്കം. ഓ പൊട പട്ടി. താങ്ക് യു. അപ്പോ ഇന്ന് രാത്രി ഓക്കെ? ഓക്കെ. എടാ, നീ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സോ അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്ണർ. ഓക്കെ? ആ ഓക്കെ. ഹലോ, ആ ആരാ? അർജുനല്ലേ? ആ ഉണ്ട്. അവിടെ നിന്ന് കൊടുക്കാവോ? ആ ഇപ്പോൾ കൊടുക്കാം. എടാ എന്നാ നിനക്കാ കൊള്ളു. ആരാ? ആ അറിയത്തില്ല. ഹലോ. ഹലോ, എന്നെ അറിയോ? ഇല്ല. ഞാൻ എൻ്റെ അൻവിനേട്ടൻ്റെ വൈഫാണ്. ഓ ചേച്ചി, ആ എന്താ വിളിച്ചേ? ആ നിനക്ക് ആൽവിനോട് സംസാരിക്കണം. ആ വേണം. എന്നാ നീ ഒരു രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് പോര്. ഏ? പേടിക്കണ്ട. രാത്രി ഒരു 9 മണിയാകുമ്പോൾ എല്ലാവരും കടന്നുറങ്ങും. പിന്നെ ആ ടൈമിലേ അവൻ വരത്തുള്ളൂ. അപ്പോൾ ഒരു 9:30 വന്നാൽ നിനക്ക് അവനെ സ്വസ്ഥമായിട്ട് സംസാരിക്കാം. ആ ഞാൻ വരാം. ആ എന്നാ ഓക്കെ, ഒരു 9:30 പോര്. ആ ഓക്കെ. എന്താ ഇത്? ഒരാളുടെ റൂമിൽ കയറി വരുമ്പോ അറ്റ്ലീസ്റ്റ് ആ ഡോറെങ്കിലും ഒന്ന് തനിക്ക് മുട്ടിക്കൂടെ? ഓ തന്റെ 6 പാക്ക് കാണാൻ വന്നോന്നല്ല ഞാൻ. പിന്നെ എന്തിനാണാവോ താങ്കൾ ഇങ്ങോട്ട് കയറിയത്? എനിക്ക് തന്നെ കാണണമെന്ന് തോന്നി. എന്തിന്? എനിക്ക് എന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കാണണമെന്ന് തോന്നി. ഫ്യൂച്ചർ ഹസ്ബൻഡ്? അതെപ്പോയി? നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ. ആ എനിക്കിഷ്ടമില്ലായിരുന്നു. പിന്നെന്താ? അതപ്പോ. ഇപ്പൊ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ. അതിന് ഞാനെന്ത് വേണം? താനെന്നെ തിരിച്ച് ഇഷ്ടപ്പെടണം. പിന്നെ എനിക്ക് വേറെ പണിയില്ലല്ലോ. നീ ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്ന് പറയുമ്പോ അതിനനുസരിച്ച് നിൽക്കാൻ. അല്ലോന സോറി. അതിന്റെ ആവശ്യമല്ല. എടാ സോറി, ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യമൊക്കെ അത് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എനിക്കൊക്കെ അറിയാം. അൽവിനെ വേണമെന്ന് വെച്ചിട്ടല്ല, എനിക്ക് നിന്നെ വേണം. കൂടെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണം. അച്ഛനും ചേച്ചിയൊക്കെ സപ്പോർട്ടാണ്, അതൊക്കെ. പക്ഷെ അമ്മ അങ്ങനല്ല. ഓക്കെ സാറല്ല, പോട്ടെ. അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമാണോ? ഇല്ല. ഇല്ല, എനിക്കെന്നെ ഇഷ്ടമല്ല. അതെന്താ അങ്ങനെ? ആ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തത്. ഓ ആക്കിയതാണല്ലേ? അതും കൂടി മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലല്ലോ. പോടാ പട്ടി. അൽവിനെ, ഐ ലവ് യു. ഐ ലവ് യു ടു മൈ ബേബി. നീ എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഒരു സാധനം തന്നില്ല എന്ന്, അതെനിക്കൊന്നും കൂടി തരുമോ? ഇല്ല. അതെന്തോ? തരൂല മോനെ. അതെന്തോ? ഫസ്റ്റ് ഞാൻ അങ്ങോട്ട് വന്നു, നീ ഇങ്ങോട്ടോ? ഓ അങ്ങനെ. നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല. ഗാർഡ്സിനെ എന്നെ പരിചയമുള്ളതുകൊണ്ട് അവർ വേഗം കയറ്റി വിട്ടു. പിന്നെ എല്ലാവരും അവരവരുടെ റൂമിലായതുകൊണ്ട് എന്നാരും കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് എന്തായാലും നിന്നെ കണ്ടേ പറ്റുള്ളൂ എന്ന്, അതുകൊണ്ട് ആരും കാണാനും തന്നില്ല. ഓ ഐ സി. നിനക്ക് സൗണ്ട് ഇല്ലാത്ത കരയാനറിയോ? എന്ത്? ഒന്നുമില്ല. കവി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായെങ്കിൽ. വേണ്ട, ഇപ്പം വേണ്ട. ഞാൻ നാളെ രാത്രി അങ്ങോട്ട് വരാം കേട്ടോ. എടാ നമ്മളൊന്ന് സെറ്റായതല്ലേ ഉള്ളൂ, അപ്പോഴേക്കൊന്നൊക്കെ വേണോ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് തന്നെ വേണം. ദൈവമേ, ഇങ്ങനത്തെ ഒരു ബോയ് ഫ്രണ്ടിനെ ലോകത്ത് ആർക്കും കൊടുക്കല്ലേ. ബോയ് ഫ്രണ്ട്? ഐ എം ജസ്റ്റ് എ ബോയ് ഫ്രണ്ട് ഫോർ യു. ഓ സോറി മൈ ഹബ്ബി, ദാറ്റ്സ് മൈ ബോയ്. എടാ കുട്ടാ, നീ ഇതിപ്പോ വന്നു? ഞാനിപ്പോ വന്നിട്ടുള്ളൂ. അല്ല നിങ്ങളിപ്പോ സെറ്റായി? കുറച്ച് മിനിറ്റുകൾക്ക് മുന്നേ. എല്ലാം ഷടപടിയെന്നായിരുന്നു. ഓഹോ അങ്ങനെ. എടാ കുട്ടാ, എന്നാടാ ഇങ്ങോട്ട് വന്നേ, ഒരു ചെറിയ കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ വിടൂല. എടാ ഇപ്പൊ കൊണ്ടുതരാടാ. ഞാൻ വിടൂലെന്ന് പറഞ്ഞാ വിടൂല. എന്നാ ഓക്കെ, നീ തന്നെ വെച്ചോ. ഞാൻ നാളെ പറയാട്ടോ. ഓക്കെ. ആൽവിനെ, കിസ് മീ.
കിസ് നീ വേണമെങ്കിൽ കിസ് മാത്രം ആക്കണ്ട കേട്ടോ. അച്ചടാ അത് വേണ്ട. ഓ നിനക്ക് ഒടുക്കത്തെ കൺട്രോളാണല്ലോ. പൊന്നാര മോനെ, ഞാനിപ്പോൾ ഈ കൺട്രോൾ പിടിച്ചേക്കണോണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ നേരെ നിൽക്കണേ കേട്ടോ. എന്നാ എനിക്ക് നേരെ നിൽക്കണ്ടെങ്കിൽ ഇത് നീ നാളെയും പറയണം. കുട്ടാ കുട്ടാ, എടാ എണീക്കടാ. ആ അമ്മ ഒരു 5 മിനിറ്റും കൂടെ. ഇതെൻ്റെ റൂം അല്ലല്ലോ. ആൽവിൻ, ഈശ്വരാ, ഞാൻ ഒപ്പം ഇന്നലെ എൻ്റെ വീട്ടിൽ പോയില്ലേ? അപ്പേ വിളിക്കണത് ആൽവിൻ്റെ അമ്മ. എടാ നീ ഇപ്പൊ നീക്കുന്നത് ഞാൻ അങ്ങോട്ട് വരണോ? ഈ അമ്മ അത് വീടിന് ആ ഡോർ പൊളിക്കണ്ട. ഫ്രഷ് ആയി വേണ്ട, താഴോട്ട് വാ, ചാടിക്കണം, വൈകല്ലേ. ആ ഓക്കെ. അല്ല ഇന്നലെ ഇപ്പം എൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ആ വീട്ടിൽ പോയി കാണും, വിളിച്ചോക്കാം. ഹലോ ആ മുത്തേ, നീ വീട്ടിലെത്തിയോ? ഉണ്ടമ്പൊരി കബോർഡിന്റെ ഉള്ളിൽ നോക്കടാ. നീ എൻ്റെ അവിടെ? പിന്നെ അമ്മ പെട്ടെന്ന് വിളിച്ച ഞാനെന്ത് ചെയ്യണം? അല്ല ഞാനെങ്ങനെ പുറത്ത് കിടക്കും? അതെന്നോടാണോ ചോദിക്കണേ? പിന്നെ തന്നോടല്ലാതെ പിന്നെ ആരോടാ ഞാൻ ചോദിക്കുക? തന്റെ വീടല്ലേ ഇത്? കണ്ണാനെ വിളിക്ക, അതേപ്പോ നടക്കൂ. ഈ സമയത്ത് ദൈവത്തിനെ വിളിച്ച് നിൽക്കാതെ എന്തെങ്കിലും ചെയ്യാൻ നോക്കടാ പട്ടി. കണ്ണെന്ന് ഉദ്ദേശിച്ചത് അൻപിനെയാണ്. ഓ എന്നാ വിളി. ഇവനിപ്പോ എന്നെ വിളിക്കണു? തൊട്ടടുത്തല്ലേ റൂം. എന്താടാ? എടാ ഞാനൊരു പ്രശ്നത്തിൽ കുടുങ്ങിക്കുക. എന്തേ? ഇന്നലെ രാത്രി അപ്പോ അവന്റെ വീട്ടിൽ പോയില്ല. അതിന് അവനിവിടെ കുടുങ്ങി. എന്തേലും ഒരു വയറ് പറഞ്ഞാടാ. വയറ് പറയാനോ? പണ്ടാറ സമയത്ത് നാവും തിരിയണില്ല. എന്തേലും ഒരു വഴി പറഞ്ഞാടാ. ആ ഓക്കെ, നീ അവനെ പുറത്തോട്ട് വിട്. പുറത്തോട്ട് വിട്ടാ അവനെ കാണൂലേ? ഞാൻ പറയണ കേട്ടാ മതി. ആ ഓക്കെ. എടാ നീ പുറത്തോട്ട് വില്ല. ആ ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. നീ മുന്നിൽ കൂടെ വെക്കോ. നല്ല ഫാസ്റ്റ് ആയിട്ട് ഓടണേ. ആ ഓടിയിട്ട് കാറെടുത്ത് അപ്പ പൊക്കോണം. ആ ഓക്കെ, എന്നാ പൊക്കോ. ഏതാണാ മിസൈൽ പോയത്? കുട്ടനായിരിക്കും, അല്ല കണ്ണനായിരിക്കും. നീയായിരുന്നോ? നീ ഇതങ്ങോട്ട് ഈ രാവിലെ തന്നെ മിസൈൽ ഇട്ടാ മാറി പോയത്? ആ അത് ഞാൻ ഒന്നിനു പോയതാ. ആണ്ടാ നിനക്ക് റൂമിൽ ബാത്റൂം ഇല്ലേ? എന്തൊക്കെ പറഞ്ഞാലും പുറത്തു പോയി ഒഴിക്കണതിന്റെ സുഖം ഉണ്ടാവില്ലല്ലോ. അതെന്റെ മോൻ പറഞ്ഞ കറക്റ്റാ. കറക്റ്റ്. എന്റെ ചെടിയൊക്കെ വേണേ വാടിപ്പോയിട്ടുണ്ടാവും. ഇല്ലമ്മ, ചെടികൾക്ക് നല്ല വളമായിരിക്കും. നിങ്ങളൊന്ന് നിർത്തുണ്ടോ? ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്താണ് ഇതൊക്കെ പറയണേ. അത് മോള് പറഞ്ഞു ശരിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കില്ലേച്ചാ. ഇങ്ങനെയൊക്കെ തീരെ നാണോ മാനമില്ല. മകനാണ് അത്രയില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. ഹായ് മൈ വൈഫി. നീ നല്ല ഉറക്കായിരുന്നു, അതാ ഞാൻ നിന്നെ വിളിക്കാഞ്ഞേ. അത് കുഴപ്പമില്ല. നമസ്കാരം. ആരിത്? ഈ വീട്ടിലെ ഇളയ പുത്രൻ. എന്താണ് മകൻ ഈ സമയത്തൊക്കെ തല കാണിക്കുന്നത്? ഈ സമയത്ത് തന്നെ തല കാണിച്ചാ വലിയ ഭാഗ്യം വെച്ചോ. പല്ല് കണ്ടാലും മതി.